ഇന്ന് ഞാനും ഇമയും കൂടി വിഘ്നേഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും കല്യാണം കൂടാൻ വേണ്ടി ചെന്നൈയിൽ പോയ കഥയാണ് കേട്ടോ പറയുന്നത്. ഈ ചെന്നൈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ എൻ്റെ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ ഉപ്പയുടെ കൂടെ ചെന്നൈയിൽ പോയതിനു ശേഷം ഇത്രയും വർഷം, ഇപ്പോൾ എനിക്ക് 43 വയസ്സായി, അന്ന് ഏകദേശം എനിക്കൊരു 12 വയസ്സുള്ള സമയത്തായിരിക്കും പോയത്. അതായത് ഒരു 31 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് ഉപ്പയുടെ കൂടെ പോയപ്പോൾ ഈ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതും അന്നൊരു അണ്ടർപാസിലൂടെ നടന്നു പോയതും പിന്നെ ഒരു വലിയ പീരങ്കിയുള്ള ഒരു സ്ഥലത്ത് പോയതും പിന്നെ മറീന ബീച്ചിൽ പോയതൊക്കെയാണ് എൻ്റെ ഓർമ്മയുള്ളത്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്തേക്ക് എൻ്റെ മോനെയും കൂട്ടി അവൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു യാത്ര പോകുന്നു. അതാണ് വിഘ്നേഷിൻ്റെ കല്യാണം കൂടുന്നതോടൊപ്പം തന്നെ എന്നെ കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാര്യം. നമ്പർ 20 മദ്രാസ് മെയിലിലാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചത്. രാവിലെ ഏകദേശം 8 മണിയായപ്പോഴേക്കും MGR റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെത്തി. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ MGR റെയിൽവേ സ്റ്റേഷൻ, അതായത് നമ്മുടെ ചെന്നൈ സെൻട്രൽ. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റേഷൻ. ഇതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, കടലാണ്. അപ്പോൾ എല്ലാ ട്രെയിനുകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുക. വലിയ റെയിൽവേ സ്റ്റേഷൻ, നല്ല രസമായിരുന്നു, ഭയങ്കര തിരക്കൊക്കെ ആയിട്ട്. എന്തായാലും അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി വിഘ്നേഷ് ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോവാണ്. ഞാൻ ശരിക്കും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ യാത്രയിൽ. കാരണം ഞാനും എമി മാത്രമായിട്ടൊരു സോളോ ട്രിപ്പ്, മദർ ആൻഡ് സൺ യാത്ര. അങ്ങനെ റൂമിലെത്തി, നല്ല റൂം, നല്ല വിശാലമായിട്ട് കുളിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം അതിന് തൊട്ടടുത്ത് തന്നെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. ഒരു അടിപൊളി പൊങ്കലും മസാല ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ അലഞ്ഞ് നടന്നു. ശേഷം യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ റൂമിൽ വന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അങ്ങനെ അമ്മയും മകനും മാത്രമായിട്ടുള്ളൊരു യാത്രയുടെ ആദ്യത്തെ ദിവസം നല്ല രീതിയിൽ തുടങ്ങാൻ പോവുകയാണ്. ഉച്ചയായപ്പോഴേക്കും ഞാനും ഇമ്മയും കൂടെ ട്രെയിനിൽ, ഇത് നമ്മുടെ ചെന്നൈയിലെ സബർബൻ ട്രെയിനാണ്, ഞാനിതിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെ ട്രെയിൻ കയറി മറീന ബീച്ചിലേക്ക് പോവുകയാണ്. മക്കൾക്ക് എപ്പോഴും ഇഷ്ടം ബീച്ചുകളൊക്കെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂസിയമൊക്കെ ഒഴിവാക്കി ബീച്ചൊക്കെ കാണാനുള്ള ഒരു പ്ലാനാണ്. ഈ ട്രെയിന് ഭയങ്കര ചീപ്പാണ് കേട്ടോ. 10 രൂപയാണ് നമുക്ക് മിനിമം ചാർജ് ട്രെയിനിന്. ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും ട്രെയിന് കണക്ടിവിറ്റി ഉണ്ട്. എന്തായാലും ട്രെയിൻ കയറി മറീന ബീച്ചിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചെപ്പോക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1857 ഇന്ത്യയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ലോകത്ത് തന്നെ 546ാം റാങ്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി. നമ്മളുടെ CV രാമൻ, ശ്രീനിവാസ രാമാനുജൻ, APJ അബ്ദുൽ കലാം ഒക്കെ പഠിച്ച യൂണിവേഴ്സിറ്റിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ അന്ന് ഈ മഹാന്മാരൊക്കെ ഇതിൻ്റെ മുന്നിലൂടെ പോയിരുന്നതും അവരിവിടെ വന്ന് പഠിച്ചിരുന്നതും അവരൊരു ബാഗ് തൂക്കി ഇങ്ങനെ നടക്കുന്നതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ അന്തം വിട്ട് ഒരു എന്താ പറയുക, ടൈം ട്രാവൽ ചെയ്ത് നമ്മളിങ്ങനെ കുറച്ച് ബാക്കിലേക്കൊക്കെ പോകില്ലേ, അതുപോലെ കുറേ സമയം ഇങ്ങനെ നിന്നു ഈ മെയിൻ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ 4 ക്യാമ്പസ് ഉണ്ട്. അതിൽ ചെപ്പോ ക്യാമ്പസാണിത്, ഗുണ്ടി ക്യാമ്പസ് ഉണ്ട്, മെറീന ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇങ്ങനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഞാൻ ചെന്ന് നിൽക്കുമെന്നുള്ളത്. ഒരു പ്ലാനൊന്നും ഇല്ലാതെയാണ് ഈ യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും മറീന ബീച്ചിൽ വന്ന് MGR ആൻഡ് ജയലളിത മെമ്മോറിയലിൽ വരണം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. ഫോർമർ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഇങ്ങനെയൊരു വലിയ മെമ്മോറിയൽ ഈ തലസ്ഥാന നഗരിയിൽ പടുത്തുയർത്തിയിരിക്കുന്നത്. ഒരുപാട് ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും പൂക്കളർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഈ മെമ്മോറിയൽ. Shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby
breeze. The dawn paints gold on the mountain's crown, while rivers whisper truths as they flow. നല്ല രസത്തിൽ ഞാനിങ്ങനെ ബീച്ചിലിരിക്കുമ്പോഴാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചൊരു സംഭവം ഉണ്ടായത് കേട്ടോ. ഒരു ഫാമിലി വന്നിട്ട് അവരുടെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പൊട്ടിക്കുന്ന സ്പാർക്കിൾസിൻ്റെ ഒക്കെ വേസ്റ്റ് ആ ബീച്ചിൽ തന്നെ ഡിസ്പോസ് ചെയ്ത് ആ കേക്കിൻ്റെ ബോർഡ്, കേക്ക് കട്ട് ചെയ്ത ബോർഡൊക്കെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവർക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്ത പോലുമില്ല ഇത് ആര് ക്ലീൻ ചെയ്യുന്നു. എനിക്കത് ഭയങ്കര വിഷമമായി പോയി. ഞാൻ എന്തായാലും അവരെനിക്ക് കേക്ക് തരാൻ വേണ്ടി വന്നപ്പോൾ അവരോട് ഇത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷേ ഇത്തരം വേസ്റ്റുകളൊക്കെ ഒഴിവാക്കണം എന്ന്. With sound in the arms of solitude, sing me your tune. തിരിച്ച് കടലിൽ തന്നെ ഇട്ടോ. 1 ക്ലാം എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും? ഇടയ്ക്ക് യാത്ര പോകുമ്പോഴും പോകുന്ന സ്ഥലത്ത് ബീച്ച് ഉണ്ടോ എന്നുള്ളതാണ് എമിയുടെ മെയിനായിട്ടുള്ള ചോദ്യം. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ ബീച്ചുള്ളത് കൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചെറിയൊരു മഴക്കോളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റു. തൊട്ടടുത്തുള്ള മീൻ കടയിൽ വന്നിട്ട് കുറച്ച് ഫ്രഷ് ഫിഷൊക്കെ പൊരിച്ചടിച്ചു. നല്ല ടേസ്റ്റുള്ള ഫിഷായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫുഡ് പോയ്സൺ ഒന്നും വന്നിട്ടില്ല കഴിച്ചിട്ട്. എല്ലാവരും ചെന്നൈയിൽ പോകുമ്പോൾ മറീന ബീച്ചിലെ ഈ ഫ്രൈഡ് ഫിഷ് ട്രൈ ചെയ്യണം. ലൈവാണ്, നമുക്ക് റീസണബിളാണ് റേറ്റൊക്കെ, വലിയൊരു കത്തിന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നങ്ങനെ ഞങ്ങൾ ബസ് കയറി താമസ സ്ഥലത്തേക്ക് തന്നെ യാത്ര തിരിച്ചു. ചെന്നൈയിലെ വേറൊരു പ്രത്യേകത, ലേഡീസിന് പല ബസ്സുകളിലും ഫ്രീ ആണ് യാത്ര എന്നുള്ളതാണ്. വളരെ റീസണബിളാണ്, ഓൾറെഡി ടിക്കറ്റ് 10 രൂപയ്ക്കേ ഉള്ളൂ. പക്ഷേ പിങ്ക് കളറിലുള്ള അല്ലെങ്കിൽ ചില പ്രത്യേക ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ് ലേഡീസിനും കുട്ടികൾക്കും. അപ്പം ഞങ്ങൾ ഈ കയറിയ ബസ് ഫ്രീ ബസ്സല്ല, പക്ഷേ ഫ്രീ ബസ്സുകളും ഇവിടെ ധാരാളമായിട്ട് ഉണ്ട്. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പും ഒരു നനവൊക്കെ ആ ഭൂമിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യ ദിവസത്തെ ചെന്നൈ കാണൽ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ തന്നെ തിരിച്ചെത്തി. ഒരു പിസ്സ ഓർഡർ ചെയ്ത് രാത്രി ഡിന്നറും അവസാനിപ്പിച്ച് ഉറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഓപ്പൺ ഫസ്റ്റ്. ഒന്നത് കഴിച്ചിട്ട് പിന്നെ അടുത്ത കഴിക്കാം കേട്ടോ. കഴിക്കാം. സൂപ്പറല്ലേ? സൂപ്പർ. ഡിപ്പ് ചെയ്തോ, ഈ സാധനങ്ങളൊക്കെ ഇട്ടോ. എന്താണ് തോനാക്കണ്ട, ടേസ്റ്റ് കിട്ടൂല പിന്നെ. കഴിച്ചു നോക്ക്. വെജ് പീസാണ്, സൂപ്പർ. തോന ഉണ്ടാവും.